ശ്രീനേട്ടൻ്റെ വരവോട് കൂടിയിട്ട് ഒരു പുതിയ ഭാഷ മലയാള സിനിമ തിരക്കഥ രംഗത്തുണ്ടായി. ശ്രീനിവാസൻ്റെ സിനിമകൾ, ശ്രീനേട്ടൻ ഉണ്ടാക്കിയ സിനിമയുടെ വാക്കുകൾ നമ്മൾ ഇന്ന് മലയാളിയുടെ വ്യവഹാര ഭാഷയായിട്ട് അലിഞ്ഞേർന്നിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാത്തൊരു കാര്യമാണത്. കേരളത്തിൽ ശ്രീനേട്ടൻ പറഞ്ഞ പോലത്തെ ഡയലോഗ് പറയുന്ന ഒരു മനുഷ്യനെയും ഞാൻ ഇതുവരെ കണ്ടുമുട്ടിയിട്ടില്ല. ആദരണീയരായ സുഹൃത്തുക്കളെ, ഇവിടെ നമുക്ക് വളരെ പ്രധാനപ്പെട്ട 3 അതിഥികളുണ്ട്. ഒന്ന് തീർച്ചയായും ലാൽ ജോസ്, രഞ്ജൻ എബ്രഹാം, ജോളി ചെറിയത്ത്. ഇവർ 3 പേരും സിനിമയിൽ ജോലി ചെയ്യുന്നവരാണ്. ആദ്യത്തെ 2 പേർ ലാൽ ജോസും രഞ്ജൻ എബ്രഹാം 2 പേരും തന്നെ സിനിമയുടെ ഒരു വലിയ അധ്യായങ്ങൾ തന്നെയാണ് എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ശ്രീനേട്ടനെ കുറിച്ച് ഏറ്റവും ആധികാരികമായിട്ട് സംസാരിക്കാൻ പ്രാപ്തിയുള്ളത് സത്യത്തിൽ അവർ 2 പേരും തന്നെയാണ്. ഞാനും ജോളിയൊക്കെ പിന്നെ അത്രയും വലിയ ബന്ധമില്ല, പക്ഷേ ജോളിയേക്കാൾ പക്ഷേ എനിക്ക് ബന്ധം ഉണ്ട്. ഞാനൊരു 4-5 തവണ ശ്രീനേട്ടനെ കണ്ടിട്ടുണ്ട്. വലിയ ഇഷ്ടത്തിലാണെന്ന്. കാരണം ശ്രീനേട്ടനായിട്ട് നമ്മൾ കണ്ടുമുട്ടുമ്പോൾ പ്രത്യേകമായി പരിചയപ്പെടുത്തേണ്ടി വരില്ല. കാരണം അദ്ദേഹം ഒരു മികച്ച പുസ്തക വായനക്കാരനാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ കാണുമ്പോഴൊക്കെ ആ മുറിയിൽ ഒരു 5-8 പുസ്തകങ്ങൾ, ഏറ്റവും പുതിയ പുസ്തകങ്ങൾ, ഏറ്റവും എന്താണ് പറയുക, ഏറ്റവും മൂല്യവത്തായ അത് മാത്രം തേടി പിടിച്ച് വായിക്കുന്ന ഒരാളാണ്. ശ്രീനേട്ടനെ നിർമ്മിച്ചെടുത്ത, നമ്മൾ കാണുന്ന ശ്രീനേട്ടൻ എന്ന് പറഞ്ഞ വ്യക്തിയെ നിർമ്മിച്ചെടുക്കുന്നതിൽ വലിയൊരു പങ്കാണ് അദ്ദേഹത്തിൻ്റെ വായനയുമായി ബന്ധപ്പെട്ടത്. ഒരു വലിയ ആശ്ചര്യമാണ്. ഞാൻ ഏറ്റവും അവസാനമായിട്ട് അദ്ദേഹം മരിക്കുന്നതിൻ്റെ ഒരു 5-6 മാസം മുമ്പ് എറണാകുളത്ത് വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ചാണ് കാണുന്നത്. വളരെ അവശനായിരിക്കുന്നു. നമുക്ക് കാണുമ്പോൾ തന്നെ വല്ലാതെ വിഷമം തോന്നുന്ന വിധത്തിലായിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ വിഷമത്തിനിടയിലും പറയുന്ന സംഭാഷണങ്ങൾ എന്ന് പറഞ്ഞ് അതിൻ്റെ മൂർച്ചയ്ക്ക് യാതൊരു കുറവുണ്ടായിരുന്നില്ല, അതിൻ്റെ ഫലിതങ്ങൾക്ക് യാതൊരു കുറവുണ്ടായിരുന്നില്ല, ആക്ഷേപഹാസ്യത്തിന് ഒട്ടും കുറവുണ്ടായിരുന്നില്ല. അപ്പോൾ അന്ന് ഉള്ള ഒരു വാർത്തയെ കേന്ദ്രീകരിച്ചിട്ടൊക്കെയാണ് അന്ന് സംസാരിച്ചത്. അങ്ങനെ ഒരു വളരെ വ്യത്യസ്തനായിട്ട് മലയാള സിനിമയിൽ നമുക്ക് തുല്യതയില്ലാത്ത ഒരു നിലക്കും മറ്റൊരാളെ നമുക്ക് ചൂണ്ടിക്കാണിച്ച് കൊടുക്കാൻ കഴിയില്ല. കാരണം ആ വ്യക്തിത്വം വളരെ വേറിട്ട ഒരു വ്യക്തിത്വമാണ്. അത് ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് ഈ ശ്രീനേട്ടൻ രൂപപ്പെടുന്നത് എന്നുള്ളത്. ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ തീർച്ചയായും അയാൾ പറന്ന മണ്ണ്, ജീവിച്ച വീട്, ഇടപഴകിയ മനുഷ്യർ, അനുഭവങ്ങൾ എല്ലാം ചേർന്ന് ഉണ്ടാകുന്ന ഒന്നാണ്. എല്ലാം ഇവിടെ ഇരിക്കുന്ന എല്ലാം ഞാനടക്കമുള്ള എല്ലാ മനുഷ്യരും. ഇത് സവിശേഷമായ നിലയിൽ ഒരു പ്രതിഭയെ നമ്മൾ വിലയിരുത്തുമ്പോൾ ഏറ്റവും കാര്യമായിട്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സാഹചര്യങ്ങൾ എങ്ങനെയാണ്, അദ്ദേഹം എവിടെ ജനിച്ചു, ഏത് പരിസ്ഥിതിയിൽ, പിന്നീട് എവിടെയൊക്കെ അദ്ദേഹം യാത്ര ചെയ്തു, ജീവിച്ചു, ഇങ്ങനെ തുടങ്ങിയ വളരെ പ്രധാനപ്പെട്ട ഒന്നാണെന്ന് തോന്നുന്നു. കാരണം നമ്മൾ കാണുന്ന ശ്രീനിവാസൻ എന്ന് പറയുന്നത് നമ്മൾ സിനിമയിലൂടെ കാണുന്ന ഒരു ആളാണ്. നടനായിട്ട്, അപൂർവം സംവിധായകനായിട്ട് ഒക്കെ, തിരക്കഥാകൃത്തായിട്ട് ഒക്കെ കാണുന്ന ഒരാളാണ്. ഈ ആൾ എങ്ങനെയാണ് വ്യത്യസ്തപ്പെട്ട് നിൽക്കുന്നത് എന്ന് ചോദിച്ചാൽ തീർച്ചയായും ശ്രീനേട്ടൻ്റെ പിന്നെ പിറന്ന നാട്, പിന്നെ അതിൻ്റെ പൈതൃകങ്ങൾ ഒക്കെ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മളെ പാട്യത്താണ് അദ്ദേഹം ജനിക്കുന്നത്. പാട്യം ഗോപാലൻ, സഖാവ് പാട്യം ഗോപാലൻ എന്ന് പറഞ്ഞ ഒരു വലിയ ചരിത്ര പുരുഷൻ. അദ്ദേഹത്തിൻ്റെ പ്രഭാവം ആ നാടിനെ സംബന്ധിച്ചോളം ശക്തമായി ഉണ്ട്. ശ്രീനേട്ടൻ ഇദ്ദേഹം പാട്യം ഗോപാലൻ, സഖാവ് പാട്യം ഗോപാലൻ 24 വയസ്സുള്ള സമയത്താണ് ശ്രീനേട്ടൻ ജനിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിനെ രൂപപ്പെടുത്തിയെടുത്ത ഈ സർഗാത്മക ഭൂപടം എന്ന് പറയുന്നത് നമ്മൾ പരിശോധിക്കുമ്പോൾ വളരെ രസകരമാണ്. തീർച്ചയായും
എന്തുകൊണ്ടാണ് എപ്പോഴും ഇടതുപക്ഷ വിമർശനം എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ വിമർശകൻ എന്നുള്ള രീതിയിൽ, വിമർശനം മോശമായ ഒരു കാര്യമല്ല. ഇപ്പോൾ സാഹിത്യമായാലും സിനിമയായാലും ഒക്കെ വിമർശനം എന്ന് പറഞ്ഞത് ഖണ്ഡന വിമർശനവും മണ്ഡന വിമർശനവുമുണ്ട്. ഇത് രണ്ടുമാണ് അദ്ദേഹത്തിൻ്റെ വിമർശനങ്ങൾ, ഇടതുപക്ഷ വിമർശനങ്ങൾ എന്ന് പറയുന്നത്. അദ്ദേഹം ഇടതുപക്ഷത്തെ വളരെ ആഴത്തിൽ സ്നേഹിച്ച ഒരാളാണ്. അതിൻ്റെ പ്രധാന കാരണം അദ്ദേഹം ജീവിച്ചു വന്ന പരിസരങ്ങൾ അങ്ങനെ വളരെയേറെ മാനവികമായിട്ട് ഉള്ള സങ്കല്പങ്ങളെ പറത്തിവിട്ട തരത്തിലുള്ള ഒരു, അദ്ദേഹത്തിൻ്റെ തന്നെ അച്ഛൻ വളരെ ഇതായിട്ടുള്ള ദീർഘമായിട്ട് ഇടതുപക്ഷ പ്രസ്ഥാനത്തിലുണ്ടായിരുന്ന ആളാണ്. അങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റ് കുടുംബം എന്ന് പറയാവുന്ന തരത്തിലുണ്ടായിരുന്ന ഒരാളാണ്. അതെന്ന് വെച്ചാൽ ഒരു രാഷ്ട്രീയ കുടുംബം എന്ന് പറയാം കുറച്ചുകൂടി മറ്റൊരർത്ഥത്തിൽ. പിന്നീട് അദ്ദേഹം സിനിമ പഠിക്കാനും അല്ലെങ്കിൽ സിനിമയുടെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരു കാലഘട്ടം എന്ന് പറയാവുന്ന തരത്തിലുള്ള ഒരു ഒരു നമുക്ക് അത്ര പരിചിതമല്ലാത്ത വിധത്തിലുള്ള ഒരു അജ്ഞാത കാലം അദ്ദേഹത്തിന് നമുക്ക് മലയാളിയെ സംബന്ധിച്ചോളം ഉണ്ട്. അത് കഴിഞ്ഞ് പറ്റുന്ന ഒരു ശ്രീനിവാസനാണ് അതിശക്തനായ, വളരെയേറെ എന്താണ് പറയുക, മലയാളിക്ക് തുല്യതയില്ലാത്ത വിധമുള്ള സ്ക്രിപ്റ്റുകൾ കൊണ്ടും പിന്നെ സംവിധാനം കൊണ്ടും അഭിനയം കൊണ്ടുമൊക്കെ ശ്രീനിവാസൻ എന്ന് പറയുന്നത് നമ്മുടെ ഭാഷയിലും സംസ്കാരത്തിലും രാഷ്ട്രീയത്തിലും വളരെ ഫലപ്രദമായി ഇടപെടുന്ന, അത്രയും ഫലപ്രദമായി ഇടപെട്ട ഒരു സിനിമാക്കാരനുണ്ടോ എന്ന് സംശയമാണ്. അദ്ദേഹം ഉള്ള ഈ വിമർശനങ്ങൾ അതുപോലെ സിനിമയിൽ നമ്മൾ വരുന്നപ്പോൾ ഞാൻ പലപ്പോഴും ഒരു എഴുത്തുകാരൻ എന്നുള്ള രീതിയിൽ ചിന്തിക്കുമ്പോൾ സാധാരണയായിട്ട് എഴുത്തുകാരാണ് വാക്കുകൾ സൃഷ്ടിക്കുന്നത് എന്ന് പറയാറുണ്ട്. നമ്മൾ പുതിയ പുതിയ വാക്കുകളൊക്കെ ആയിട്ട് സൃഷ്ടിക്കുന്നുണ്ട്. പക്ഷേ ശ്രീനിവാസൻ കാലഘട്ടം ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ എഴുത്തുകാർ കാര്യമായ വാക്കുകളൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് ഉണ്ടാക്കിയ ഒരാൾ ശ്രീനിവാസനാണ്. നിരവധി പ്രയോഗങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ നിത്യജീവിതത്തിൽ തന്നെ ഉപയോഗിക്കുന്ന രാഷ്ട്രീയ ധ്വനികളുള്ള പല വാക്കുകൾക്കും ശ്രീനിവാസൻ നമ്മൾ കടപ്പെട്ടിട്ടുണ്ട്. ശ്രീനേട്ടനെ സംബന്ധിച്ചുള്ള ഒരു മുൻഗാമി നമുക്ക് സിനിമയിൽ കാണാൻ വേണ്ടി കഴിയില്ല. ഇപ്പം നടന്മാരായാലും സംവിധായകരായാലും സാങ്കേതിക വിദഗ്ധരായാലും ഒക്കെ നമുക്ക് പലപ്പോഴും ഒരു മുൻഗാമിയെ നമുക്ക് ഓർമ്മ വരും, അല്ലെങ്കിൽ അതിൻ്റെ തുടർച്ചയായിട്ട് വരും. ഇതങ്ങനെയല്ല. അതിനു മുമ്പ് അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ എവിടെ നിന്നാണ് ശ്രീനിവാസൻ വന്നത് എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്ന ചില കാര്യങ്ങൾ പറയാം. ഒന്ന്, അദ്ദേഹം വളരെ ചെറുപ്പത്തിൽ തന്നെ വലിയ വായനക്കാരനാണെന്നുള്ള നമുക്കറിയാം. ഇപ്പം കുഞ്ഞൻ നമ്പ്യാരുടെ ഒരു ട്രഡീഷൻ അതിനകത്തുണ്ട്. നമ്മൾ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം രാജാവിനോട് പോലും രാജാവിനെ പോലും തമാശയാക്കാൻ പറ്റുന്ന തരത്തിലുള്ള, കളിയാക്കാൻ പറ്റുന്ന തരത്തിലുള്ള സ്വാതന്ത്ര്യം നേടിയ ഒരാൾ എന്നുള്ള നിലയിൽ കുഞ്ഞൻ നമ്പ്യാർ. ഇവർക്കൊക്കെ ഉണ്ടായിരുന്ന അപ്പോൾ ഇവർക്കുണ്ടായിരുന്ന ഭക്ഷണം വളരെ മോശമായിരുന്നു. അപ്പോൾ അത് അറിയിച്ചത് രാജാവ് പിന്നെ കുഞ്ഞൻ നമ്പ്യാരും കൂടി നടന്നു പോകുന്ന സമയത്ത് ഒരു പശു വയറിളക്കിയ മാതിരി വളരെ ലൂസായിട്ട് ചാണകം ഇടുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊക്കെ അറിയാതെ പയ്യെ നിനക്കും പക്കത്താണോ ഊണ് എന്ന് ചോദിക്കുന്നു. അപ്പോൾ രാജാവിന് അടുത്തുള്ള സമയത്താണ് പറയുന്നത്, ഓ നിനക്കും പക്കത്ത് തന്നെ ആയിരിക്കുന്ന ഊണ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു അപ്പോൾ പിന്നീട് ഈ ഭക്ഷണത്തിൻ്റെ നിലവാരമൊക്കെ വർദ്ധിപ്പിക്കുകയുണ്ടായി രാജാവ് എന്നാണ് അതിൻ്റെ കഥ. ഒരുപാട് അനവധി കഥ കുഞ്ഞൻ നമ്പ്യാരെക്കുറിച്ച് ഉണ്ടാവും. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഈ സാഹിത്യാവബോധം, അതുപോലെ മനുഷ്യാവബോധങ്ങൾ, സിനിമയുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയം, ഞാൻ പറഞ്ഞു പാട്യം ഗ്രാമം എന്ന് പറഞ്ഞ അതിൽ വലിയൊരു കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. പക്ഷെ അതിൻ്റെ വിമർശന സ്വഭാവത്തിലേക്ക് അദ്ദേഹം വരികയും ചെയ്തു. പാട്യം ഗോപാലൻ്റെയൊക്കെ സ്വാധീനം എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. അപ്പം അന്ന് ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ ഇലക്ഷനിൽ 1965 തോൽപ്പിച്ച ആളാണ് സഖാവ് പാട്യം ഗോപാലൻ എന്ന് പറയുന്നത്. അത്രയും ജനസ്വാധീനമുള്ള ഒരു വലിയ നേതാവും അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് സ്വാഭാവികമായിട്ടും ആ അന്തരീക്ഷത്തിൽ ഉണ്ടായിരുന്നു എന്നത് നമ്മൾ മറന്നുകൂടെ. ഒരാൾ ഒറ്റയ്ക്ക് ഉണ്ടാവുകയല്ല ചെയ്യുന്നത്.
സാമൂഹിക സാഹചര്യങ്ങൾ വ്യക്തിയെ രൂപപ്പെടുത്തിയെടുക്കുന്ന, അല്ലെങ്കിൽ അയാളുടെ ജനിതക പാരമ്പര്യങ്ങൾ, ഇതെല്ലാം കൂടി കലർന്നിട്ടാണ് ഒരു കൃത്യമായിട്ടൊരു വ്യക്തി സമൂഹത്തിലേക്ക് ലാൻഡ് ചെയ്യുന്നത്. അപ്പം ഈ കാര്യങ്ങളൊക്കെ ഈ ചെറിയ ശ്രീനിയും വലിയ ലോകം എന്ന് പറഞ്ഞ കൈരളിയിൽ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു ദീർഘമായ ഒരു സംഭാഷണം ഇതുണ്ട്. വളരെ രസകരം, നമ്മൾക്ക് കേട്ട് കഴിഞ്ഞാൽ മടുക്കില്ല. അപ്പം മുമ്പ് കേട്ടതായിരിക്കാം, പുതുതായിട്ട് കേൾക്കുമ്പോൾ ഒരു പുതിയ കാര്യം നമുക്ക് ഓർമ്മ വരും. അപ്പം അങ്ങനെയുള്ള അതിലൊക്കെ അദ്ദേഹം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊരു കാര്യം, ഈ നമ്മുടെ രാഷ്ട്രീയത അല്ലെങ്കിൽ ബുദ്ധിജീവിത്വം എന്ന് പറയുന്നതിൻ്റെ ഒരു വലിയ ഗോഷ്ഠികൾ, പ്രകടനപരവും ആഴങ്ങൾ കുറഞ്ഞിരിക്കുന്നതുമായിട്ടുള്ള ആ കാര്യത്തെയാണ് അദ്ദേഹം സിനിമയിൽ എപ്പോഴും തന്നെ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു ഓർഗാനിക്കായിട്ടുള്ള രാഷ്ട്രീയ മലയാളിയെ പഠിപ്പിച്ചു ശ്രീനിവാസൻ എന്ന് പറയാം. ഇപ്പം സന്ദേശം എന്ന് പറയുന്ന സിനിമ മാത്രം നോക്കിയാൽ മതി, ഒരു രാഷ്ട്രീയ പഠന പുസ്തകമാണ് ആ സിനിമ എന്ന് പറയുന്നത്. സന്ദേശം എന്ന് പറഞ്ഞാൽ നമ്മൾ അതുവരെ ഉണ്ടായ തിയറിറ്റിക്കലായിട്ടുള്ള വലിയ തിയറിയൊക്കെ പറഞ്ഞിരിക്കുന്ന മണ്ണിൽ കാൽ കുത്താത്ത തരത്തിലുള്ള ഒന്നിൽ നിന്നും മണ്ണിലേക്ക് വലിച്ച് കൊണ്ടുവന്ന ഒരു വലിയൊരു കലാകാരനാണ്, ചിന്ത ഉള്ള, പിന്നെ എന്താണ് പറയുക, ചിന്തകനായിട്ടുള്ള ഒരാളാണ്. നമ്മൾ കേവലം ഒരു ഹാസ്യ നടനായിട്ടോ ഹാസ്യ സിനിമയുടെ വക്താവായിട്ടോ മാത്രം അദ്ദേഹത്തെ കാണുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഒരു അറിവില്ലായ്മയായിട്ട് മാത്രമേ മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് നമുക്കിത് ഡിസ്കഷനിലേക്ക് ഒരു കേവലമായിട്ടുള്ള ഒരു ഇത് നിങ്ങൾ തീർച്ചയായും ലാൽ ജോസും രജിത അബ്രഹാമൊക്കെ സംസാരിക്കുന്ന, ജോളി ചെറിയത്തൊക്കെ സംസാരിക്കാനിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് ഒരു ആമുഖമായിട്ട് എങ്ങനെയാണ് ശ്രീനിയേട്ടൻ നമ്മളെ മണ്ണിൽ, ഇത് കണ്ണൂരിൻ്റെ ഒരു മണ്ണായതുകൊണ്ടുകൂടിയാണ് ഇത് ഇങ്ങനെ ഒരു വിശകലന രൂപത്തിൽ സംസാരിക്കേണ്ടി വന്നത്. സിനിമയിലേക്ക് വന്നപ്പോൾ അത് കൂടുതൽ ഷോട്ടുകളായിട്ട് വിഭജിച്ച് ഷൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു മാറ്റം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഭാഷയും അതിൻ്റെ പ്രയോഗവും ഒക്കെ നാടകത്തിൻ്റെ അതേ സ്വാധീനത്തിൽ ആയിരുന്നു. ശ്രീനിവാസൻ്റെ ഒരു തിരക്കഥ കിട്ടുകയാണെങ്കിൽ ചെയ്യാം എന്നാണ്. അതൊരിക്കലും കിട്ടില്ല, കാരണം ആ കാലത്ത് എല്ലാ പ്രധാന സംവിധായകരും അദ്ദേഹത്തിൻ്റെ ഒരു തിരക്കഥയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന സമയമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും പച്ചയായിട്ടുള്ള റോ ആയിട്ടുള്ള മനുഷ്യനാണ്. മോസ്റ്റ് അൺപ്രഡിക്റ്റബിൾ പേഴ്സണാണ്.